26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. ഇറാഖിൽ ഇറാൻ ആക്രമണം. അമേരിക്കൻ കോൺസുലേറ്റിന് സമീപമാണ് സ്ഫോടനം നടന്നത്. അമേരിക്കൻ കോൺസുലേറ്റിന് നേരെ ഇറാന്റെ ആക്രമണം എന്നാണ് ഇറാഖി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വടക്കൻ ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയിലും ഇറാന്റെ ഡ്രോൺ ആക്രമണമുണ്ടായി. വടക്കൻ ഇറാഖിലെ ഖോർമോർ ഗ്യാസ് പാടത്തിനു നേരെയും ആക്രമണം നടന്നു. എർബിലിൽ 7 തവണ സ്ഫോടനങ്ങൾ ഉണ്ടായെന്നാണ് റിപ്പോർട്ട്. ആക്രമണം പ്രതിരോധിക്കാനായി 10ലേറെ US യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും രംഗത്തു വന്നു. ഇറാഖിലെ ഏറ്റവും വലിയ വാതകപ്പാടമായ ഖോർമോറും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഇറാഖിലെ ഊർജ്ജ വിതരണം ഇവിടെ നിന്നാണ്. അതേസമയം ഇറാനുമായി മധ്യസ്ഥർ വഴി ചർച്ചകൾ തുടരുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. ചർച്ചകൾക്കായി കൂടുതൽ സമയം അനുവദിക്കാനാകില്ലെന്നും മധ്യസ്ഥ രാഷ്ട്രങ്ങളുടെ ആവശ്യപ്രകാരമാണ് ചർച്ച പുനരാരംഭിച്ചതെന്നും ട്രംപ് വ്യക്തമാക്കി. അതിനിടെ നിയമവിരുദ്ധമായ നാവിക ഉപരോധത്തിന് അമേരിക്ക ശ്രമിച്ചാൽ സംഘർഷം രൂക്ഷമാകുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.